രാവിലെ മുതൽ നമുക്ക് വലിയ വേദനയായ വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും. കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയെറിഞ്ഞു. വിഷ്ണു, സുരേഷ്, വിനിത, വിജി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം വിഷ്ണുവിലേക്ക് പോകുന്നു. വിഷ്ണുവും ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് എങ്ങനെയാണ്? അതിജീവിതയാണ്, പീഡനത്തിനിരയായതാണ് എന്നൊക്കെ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞ് ചാപിള്ളയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ട് എന്നുകൂടി പോലീസ് പറയുകയാണ്. വിഷ്ണു, ഹാഷ്മി അതിജീവിതയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി ജനിച്ച അപ്പോൾ തന്നെ മരിക്കുക, അതായത് ചാപിള്ളയായാണോ പുറത്തേക്ക് വന്നത്, അതല്ല എങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിഞ്ഞതാണോ, അതല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, ഈ മൂന്ന് സംശയം പോലീസിന് മുൻപിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ പോലീസ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നത് കുട്ടിയെ കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞു എന്ന് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഒരു ഷോള് മുറുക്കി വെച്ചിരുന്നു. ഒരുപക്ഷെ കൊലപ്പെടുത്തിയ ശേഷം താഴേക്ക് വലിച്ചെറിഞ്ഞതാകാം എന്ന് പോലീസ് കരുതുന്നുണ്ട്. ഈ ഫ്ളാറ്റിന് തൊട്ടപ്പുറത്തെ വശത്ത് ഒരു വലിയ ഒഴിഞ്ഞ പറമ്പുണ്ട്. ആ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടത്തിൽ എവിടെയോ തട്ടി റോഡിലേക്ക് വീണതാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടി ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, അത്തരത്തിലൊരു വിവരം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. അത് പോലീസും സ്ഥിരീകരിക്കുകയാണ്. മാതാപിതാക്കളുടെ അറിവോടെയല്ല ഈ പ്രസവം നടന്നത്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ഈ 5C1 എന്ന് പറയുന്ന ഫ്ളാറ്റിലെ ശുചിമുറിയിലാണ് ഈ പെൺകുട്ടി പ്രസവിച്ചത്. അതിനുശേഷം ഏകദേശം 2.5 മണിക്കൂർ ശേഷം കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഈ കുട്ടി ഒരു അതിജീവിതയാണ്, അതിലൊരു റേപ്പിന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി, ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് മതിയായ ചികിത്സ നൽകും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. നിലവിൽ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിയെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. മാതാപിതാക്കൾക്ക് ഈ കേസിലോ കൊലപാതകത്തിലോ ഒന്നും തന്നെ പങ്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിക്രൂരമായ സംഭവം രാവിലെ മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിനായി. കൊലപാതകം ചുമത്തും എന്ന് തന്നെയാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞ കൊറിയർ കവറാണ്, ആമസോണിന്റെ കൊറിയർ കവർ. ഈ കൊറിയർ കവറിൽ QR കോഡ് ഉണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത ഘട്ടത്തിലാണ് 5C1 എന്ന ഫ്ളാറ്റിലേക്ക് എത്തിയ ഡെലിവറി കവറാണെന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് ആ ഫ്ളാറ്റിലേക്ക് പോലീസുകാരെത്തി അവിടെ വിശദമായി ചോദ്യം ചെയ്ത ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്നുള്ള പരമാവധി തെളിവുകൾ പോലീസിന് സമാഹരിക്കാനായി ഈ ബാത്റൂമിൽ നിന്ന്, ശുചിമുറിയിൽ നിന്ന് കുട്ടിയുടെ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ ചില വസ്തുക്കളിൽ, ഗ്ലൗസ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 15 വർഷമായി ഫ്ളാറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളാണ്. മറ്റ് അസ്വാഭാവികതയോ അല്ലെങ്കിൽ മറ്റു പരാതികളോ ഒന്നും തന്നെ ഇവർക്കെതിരെ ഇതുവരെ ഉയർന്നിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടി അതിജീവിതയാണ് എന്നുള്ള കാര്യം ആ കുടുംബത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദാരുണമായ ഒരു സംഭവമാണ്. ആ കുട്ടിക്ക് നേരിട്ട ആ സംഭവം കൂടി, അതായത് ഒരു റേപ്പിന്റെ സ്വഭാവമാണ് എങ്കിൽ അത് ആരാണെങ്കിലും അയാൾക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യവും കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ആ കുട്ടിയുടെ മാനസിക നില അതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ആ പാനിക് അവസ്ഥയിൽ നിന്നാണ് ആ കുട്ടി പെട്ടെന്ന് ആ മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ ബോധമുള്ള സമയമാണ് എങ്കിൽ ഇവിടെ മറ്റിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മൃതദേഹം ഒളിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പൂർണ്ണമായി നിക്ഷേപിക്കുന്നത്. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. വളരെ പാനിക് അവസ്ഥയായിരുന്നു. മാതാപിതാക്കൾ അറിയുന്നതിന് മുൻപ് തന്നെ ആ കുട്ടി മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇനി സ്ഥിരീകരണം വരാനുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതൊരു കൊലപാതകം, അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണോ അതല്ല എങ്കിൽ ഈ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരാനുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ്. ഷാള് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പെൺകുട്ടിയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൃത്യമായ ആരോഗ്യ പരിചരണം നൽകും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, വിനിത വിജിയോട് ചേർന്നത്. വിനിത, ഇവിടെ ആ കേസിലെ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പെൺകുട്ടി പീഡനത്തിനിരയായതാണ്. വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഒരുമിച്ചുണ്ടായിട്ടെങ്കിലും ഗർഭിണിയാണെന്നോ മറ്റു കാര്യങ്ങളൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ള വസ്തുത. അപ്പോൾ പെൺകുട്ടിയും പീഡനത്തിനിരയായി അതിജീവിത എന്ന സ്റ്റാറ്റസ് കിട്ടാൻ പ്രാപ്തയായ കുട്ടിയാണെന്ന് പോലീസ് പറയുന്നത്. വ്യവഹാര വഴിയിൽ എന്താണ് കേസെടുക്കലിൽ മുന്നോട്ടുള്ള പോക്കലിലൊക്കെ പോലീസ് ആ പറയുന്ന കാര്യം ഏത് രീതിയിലാണ് അതിനെ സ്വാധീനിക്കുക? എന്താണ് അതിൻ്റെ നിയമപരമായ വശം? വിനീത.
തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആണ് ഇപ്പോൾ അല്പസമയം മുൻപ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് വെളിപ്പെടുത്തിയത്. ആ പെൺകുട്ടി ഒരു അതിജീവിതയാണെന്നാണ് പോലീസ് പറഞ്ഞത്. പെൺകുട്ടി ഇതിനു മുൻപ് പീഡനത്തിന് ഇരയായിട്ടുണ്ട്. പക്ഷേ ആ വിവരമൊന്നും തന്നെ പെൺകുട്ടി മാതാപിതാക്കളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അത് മാതാപിതാക്കളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിശദാംശങ്ങളോ ഈ കാര്യങ്ങളോ ഒന്നും ആ മാതാപിതാക്കൾക്ക് അറിവുമുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ അഭയകുമാറിനോ ഭാര്യയ്ക്കോ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പെൺകുട്ടിയുടെ പ്രസവം ഉണ്ടായത്. ശുചിമുറിയിൽ വെച്ചാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമിക നിഗമനം. അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ലഭ്യമായതിനു ശേഷം മാത്രമേ അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് പറയാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം ആ കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അത് ഈ ഫ്ളാറ്റിന് സമീപമുള്ള ഒരു മേഖലയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ കുറേയേറെ മാലിന്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വലിച്ച് എറിഞ്ഞൊരു മേഖലയാണ്. ഒരുപക്ഷെ ഈ ഫ്ളാറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഈ പുറത്തേക്കുള്ള ഈ കാണുന്ന ഈ പറമ്പിലേക്ക് എറിയാൻ പെൺകുട്ടി ശ്രമിച്ചതാവണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ദിശ തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ ദിശ മാറി അത് റോഡിലേക്ക് വീഴുകയായിരുന്നു. ആ വീണ് കിടക്കുന്ന ഭാഗത്ത് ഇപ്പോഴും രക്തം കറ പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ചോ ഈ കൊലപാതകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടി പീഡനത്തിരിയായ സംഭവത്തെ പറ്റിയോ ഒന്നും തന്നെ മാതാപിതാക്കളോട് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നില്ല. അത് അവർ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. പെൺകുട്ടിക്ക് ഏതാണ്ട് 21 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സേവനം വൈദ്യസഹായം പെൺകുട്ടിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം ചികിത്സാ സംവിധാനങ്ങൾ മെഡിക്കൽ സംവിധാനം ഒക്കെ പെൺകുട്ടിക്ക് ഉറപ്പാക്കുമെന്നും പോലീസ് പറയുന്നു. താൻ പീഡനത്തിന് ഇരയായെന്ന് പെൺകുട്ടി പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇനി ആദ്യം പെൺകുട്ടിയെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ച് പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അതിനുശേഷം മാത്രമായിരിക്കും പെൺകുട്ടിയെ വളരെ വിശദമായ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ഈ പീഡനം നടന്ന സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിയും. അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഇനി ഈ കേസിന്റെ തുടരന്വേഷണവുമായി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുക. പക്ഷെ അതേസമയം മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പെൺകുട്ടികളും മാതാപിതാക്കളും പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കും. കാരണം ഒരു പെൺകുട്ടിയാണ്. അവർ ഏറെ നാളായി ഒന്നിച്ചൊരു ഫ്ളാറ്റിൽ കഴിയുകയാണ്. ആ പെൺകുട്ടിയുടെ അമ്മയും അമ്മുമ്മയും ഒക്കെ ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഒരു പെൺകുട്ടി അത് ഗർഭിണിയല്ല അല്ലെങ്കിൽ ഗർഭിണി ആയിരുന്നു എന്ന കാര്യം കുടുംബാംഗങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. ഹാഷ്മി. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണുവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശാ വർക്കറും പറയുന്നുണ്ടായിരുന്നു അവിടെ താമസിച്ച് 21 കുടുംബങ്ങളിൽ ഗർഭിണികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു. കാര്യം പലയാവർത്തി ആ ഫ്ളാറ്റുകളിൽ ഇത്തരം ആവശ്യങ്ങൾക്ക് പോകുന്ന ആശാ വർക്കർ പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി വേറെ എവിടെ താമസിക്കുന്നതല്ല, ആ കുടുംബത്തിനൊപ്പം ഒരു എന്താണ് ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവരുമായി കഴിയുന്ന സ്ഥലമാണ്. അവിടെ ഇത്ര പീഡനം നടന്നു എന്ന കാര്യം അറിയുന്നില്ല. അതിനുശേഷം ഗർഭിണിയാണ് 10 മാസവും അറിയുന്നില്ല. ചെറിയൊരു അവിശ്വസനീയ പ്രശ്നമുണ്ടോ അതിനകത്ത് വിഷ്ണു? അക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. നേരത്തെ നമ്മളും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു പക്ഷേ നേരത്തെ മാതാപിതാക്കൾക്ക് ഇത്തരമൊരു സംഭവം അറിയുമായിരുന്നെങ്കിൽ അവർ കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നടപടികൾ ഉൾപ്പെടെ അവർ സ്വീകരിക്കുമായിരുന്നു. അങ്ങനൊരു സാധ്യതയിലേക്ക് അവർ പോയില്ല. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യം അറിയില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും. അല്ല, ഞാൻ പറയായിരുന്നു ശരിയാണ്, വിഷ്ണു പറഞ്ഞു വന്നത് ശരിയാണെന്ന് പറയായിരുന്നു. വിഷ്ണു പറഞ്ഞോളൂ. ഔദ്യോഗികമായി അക്കാര്യത്തിൽ അവർക്കൊരു സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ അവർ അത്തരം നടപടിയിലേക്ക് പോയാനെ. പക്ഷേ ഇപ്പോഴും പോലീസ് പറയുന്നത് അവർക്കറിയില്ല, അവർക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ വ്യക്തതയില്ല എന്നാണ്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടേത് ഒരു റേപ്പ് സ്വഭാവമുള്ള സംഭവമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ അത് ആരാണ് എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. അയാളെ കണ്ടെത്തേണ്ടതും അയാൾക്ക് ശിക്ഷ നൽകേണ്ടതും ഏറ്റവും അനിവാര്യമായ നടപടിയാണ്. പക്ഷേ നിലവിൽ ആ കുട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിന് കൈമാറിയിട്ടില്ല. കാരണം ആ കുട്ടി വലിയ മാനസിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന്റെ ചോദ്യം ചെയ്യൽ കടക്കുക. 2 മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7:30 ഈ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സൗത്ത് പോലീസിലേക്ക്. പിന്നീട് സൗത്ത് പോലീസ് ഇവിടെ എത്തി അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ആമസോൺ കവറും ആ ആമസോൺ കവറിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനുമാണ്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം 5C1 എന്ന ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ആ ഫ്ളാറ്റിലെത്തി 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു.
ഒരുപക്ഷെ ഈ ബഹളവും ആളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ അഭയകുമാർ ഇവിടെ വന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തി. അതായത് ഈ കുട്ടി പറഞ്ഞിരുന്നില്ലായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനൊരു സംഭവമുണ്ട്. പോലീസ് എത്തുമ്പോഴാണ് വീട്ടുകാർ ഇത്തരത്തിലൊരു സംഭവം തങ്ങളുടെ വീട്ടിലാണ് നടന്നത് എന്ന് അറിയുന്നത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ പെൺകുട്ടി കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ശുചിമുറിയിലാണ് പ്രസവിച്ചത്. അതിനുശേഷം 7:30 മൃതദേഹം ഈ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ എറിയലിനത്ര വേഗത പോരാതുന്നത് കൊണ്ട് തന്നെ തട്ടി നടു റോഡിൽ വീഴുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയത്. തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ താനൊരു വിക്റ്റിമാണ് എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. അങ്ങനെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവിലേക്കും കണ്ടെത്തലിലേക്കും എല്ലാം പോലീസ് കടന്നിരിക്കുന്നത്. ഇനി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ പൂർണ്ണമായും സമാഹരിച്ചിട്ടില്ല. ആ തെളിവുകളെല്ലാം സമാഹരിക്കണം. ഫോറൻസിക് എപ്പോഴും പരിശോധന നടത്തുകയാണ് ഫ്ളാറ്റിനുള്ളിലും ഈ പരിസര പ്രദേശങ്ങളിലുമെല്ലാം. കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പോലീസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന 3 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ കുട്ടി ചാപിള്ളയായിരുന്നു എന്നുള്ളത്. മറ്റൊന്ന്, കുട്ടി ജനിച്ച ശേഷം കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞതാണോ, അതല്ല എങ്കിൽ ഈ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ? ഈ 3 ചോദ്യങ്ങൾ പോലീസിന് മുൻപിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭ്യമാകുക. അപ്പോഴും പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം ഈ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ കഴുത്തിൽ തുണി ചുറ്റി കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിയുകയായിരുന്നു. ആ തുണി കുട്ടിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ്, കൊലപാതകം ചുമത്തേണ്ടി വരും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അതിദാരുണമായ സംഭവമാണ് ഈ കൊലപാതകമെങ്കിൽ ആ പെൺകുട്ടിക്ക് നേരിട്ടതും ഒരു ദാരുണമായ സംഭവമാണ് എന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതൊരു അതിജീവിത കൂടിയാണ്. ആ കുട്ടിയുടെ അപ്പോഴത്തെ മാനസിക വിഭ്രാന്തി കൂടി അല്ലെങ്കിൽ ആ മാനസിക പരിഗണന കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോഴും ഇതൊരു കൊലപാതകമാണ് എന്നും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെ മർഡർ കേസിൽ തന്നെ മുന്നോട്ട് എന്നുള്ളതാണ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. വിനിത വിജയൊക്കെ തുടരുന്നുണ്ട്. വിനിത, ഇവിടെ ദൗർഭാഗ്യവശാൽ ഇത്തരത്തിൽ നവജാത ശിശുക്കളെ കൊല്ലുക അല്ലെങ്കിൽ മൃതദേഹം ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമേ കേൾക്കുന്നതല്ല. കേരളത്തിൽ പലയാവർത്തി കേൾക്കുന്നതാണ്. പക്ഷേ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിയുക എന്നുള്ളത് വലിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊല്ലുന്നത് ഞെട്ടലുണ്ടാക്കുന്നു എന്നുള്ളതല്ല. അത് ഇരട്ടി ഞെട്ടലായതാണ് കേരളത്തിന്. ആ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ ബ്ലർ ചെയ്ത് കൊടുക്കുമ്പോൾ പോലും വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഒരു ദൃശ്യമാണത്. വിനിത, അവർക്കറിയാം അത് റോഡാണെന്നും ഒക്കെ അറിയാമായിരുന്നിട്ട് പോലും പെട്ടെന്ന് ഈ കയ്യിൽ കിട്ടിയൊരു കവറിലെടുത്ത് ഈ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് എറിയുക എന്നുള്ളത് ഒരു ഫ്രാൻറ്റിക്കായ മാനസികാവസ്ഥയിൽ ചെയ്തതാണ് എന്ന് തന്നെ പോലീസും സംശയിക്കുകയല്ലേ വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ട്വിസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അവരുടെ ഒരു മാനസിക നിലയ്ക്ക് കൂടി ഒരു കൃത്യമായിട്ടുള്ളൊരു പരിഗണന നൽകണമെന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം അവർക്ക് 23 വയസ്സ് മാത്രമാണുള്ളത്. ഈ വിവരമോ അല്ലെങ്കിൽ അവർ ഒരു അതിജീവിതയാണെന്നുള്ള കാര്യമോ ഇങ്ങനെ അവർക്ക് നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചോ ഒന്നും തന്നെ അവർ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മാനസിക സംഘർഷം അവർ നേരിടുന്നുണ്ടാവാം. ഇതിനിടയിലാണ് അവരിങ്ങനെ ക്യാരിങ് ആവുകയും പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത്. അതിനുശേഷവും ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ മാതാപിതാക്കളോട് പറയുകയോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഈ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ മുന്നിലുള്ളൊരു വഴി, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥയിൽ അവർ അതങ്ങനെ ചെയ്തതുമാകാം. എന്താണെങ്കിലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ രാവിലെ ആ കുഞ്ഞിനെ ഒരു ആമസോണിന്റെ കവറിൽ പൊതിഞ്ഞാണ് ഈ റോഡിലേക്ക് ഇടുന്നത്. ഈ ആമസോൺ കവർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം അവരിലേക്ക് എത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് താൻ ഇങ്ങനെ പീഡനത്തിനിരയായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളോ ഒക്കെ അവർക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ നൽകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടോ, അവർ കൊലപ്പെടുത്തിയതിന് ശേഷം കുഞ്ഞിനെ ഈ പുറത്തേക്ക് എറിഞ്ഞതാണോ അതോ അല്ല എങ്കിൽ ഈ കുഞ്ഞ് ചാപിള്ളയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. ഇതൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഹാഷ്മി, വരുന്ന മറ്റൊരു സങ്കട വാർത്ത, തീവണ്ടിയിൽ നിന്ന് വീണ ഗർഭിണി മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. തെങ്കാശി ശങ്കരൻകോവിൽ സ്വദേശി കസ്തൂരിയാണ് മരിച്ചത്. ചെന്നൈ എഗ്മൂർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് മരിച്ചത്. രാവിലെ വരുന്ന വാർത്തകൾ ഒക്കെ ദൗർഭാഗ്യകരമായ വാർത്തകളാണ്. എന്ത് ചെയ്യാം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി. അമേഠിയിൽ കിഷോർലാൽ ശർമ്മ മത്സരിക്കും. വയനാടിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത്. പരിഹസിച്ച് BJPയും വിമർശിച്ച് LDFും രംഗത്തെത്തി.
ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2004 മുതൽ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കും. രാഹുൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കുടുംബവാഴ്ചയെന്ന BJP ആരോപണത്തിന് ശക്തി പകരുമെന്നതിനാൽ താൻ മത്സരിക്കാനില്ലെന്ന തീരുമാനത്തിൽ പ്രിയങ്ക ഗാന്ധി ഉറച്ചു നിന്നതോടെയാണ് അമേഠിയിൽ കിഷോരിലാലിന് നറുക്കുവീണത്. വയനാടിന് പിന്നാലെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനിറങ്ങുന്നത്. രണ്ടിടത്തും ജയിച്ചാൽ ഏത് സീറ്റ് ഒഴിയുമെന്ന ആശയക്കുഴപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അവസാന നിമിഷം വരെ നീളാൻ കാരണമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഉചിത സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം രാഹുൽ മറച്ചുവെച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടെന്ന CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായ ആനി രാജ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ ഈ മത്സരം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളൊരു നീതികേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട്. അതൊട്ടും തന്നെ ഒരു രാഷ്ട്രീയ മൊറാലിറ്റിക്ക് ചേരാത്ത ഒന്നാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലെ വൈകാരികത അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റോഡ് ഷോയെ എത്തിയായിരിക്കും പത്രികാ സമർപ്പണം. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിമർശനവുമായി അമേഠിയിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രംഗത്തെത്തി. വയനാട് തന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ ജനങ്ങളോട് എന്ത് പറയും എന്ന് സ്മൃതി ഇറാനി ചോദിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാട് ചേരുന്നു. ബൽറാം, ഒരുപക്ഷെ ബാക്കിയുള്ള അടുത്ത ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. റായ്ബറേലിയിൽ എത്തരത്തിൽ വമ്പൻ റോഡ് ഷോ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഈ വിമർശനങ്ങൾക്കിടയിലും പരിഹാസങ്ങൾക്കിടയിലും കോൺഗ്രസിന്റെ ആലോചന. ബൽറാം. ഹഷ്മി, റായ്ബറേലി അമേഠി സീറ്റുകളിലെ മത്സരം അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മണ്ഡലങ്ങളിലുമായി പ്രിയങ്കയും രാഹുലും മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും. കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നതിൽ വലിയ അസ്വസ്ഥത പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി പ്രകടിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ കൊടികളും രാഹുലിന്റെയും പ്രിയങ്കയുടെയും പോസ്റ്ററുകളുമായി കാത്തിരുന്നു. ഈ ആവേശം ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് രാഹുൽ എത്തിയപ്പോഴും പ്രകടമാണ്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിനായി വലിയ ജനാവലി തന്നെയുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വലിയ ഒരു പരിപാടിയാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനായി അനുമതി നേരത്തെ തന്നെ തേടിയിരുന്നു. നൂറുകണക്കിന് ബൈക്കുകളും മറ്റു വാഹനങ്ങളും പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോ ആയാകും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവർ റായ്ബറേലി ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അവർ യാത്ര തിരിക്കും. അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വലിയ ജനാവലി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പ്രദേശത്ത് ഉണ്ട്. സമാനമായി തന്നെ അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പകരം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയ്ക്ക് നറുക്കു വീണു. എങ്കിൽ പോലും ജനങ്ങൾ നിരാശരല്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ അമേഠിയിൽ നിന്നുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ കിഷോരിലാൽ ശർമ്മയുടെ പത്രികാ സമർപ്പണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി. വലിയ ഒരു റാലിയായി തന്നെയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോ ഈ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആരുമോ അദ്ദേഹത്തോടൊപ്പം ഈ പത്രികാ സമർപ്പണത്തിന് എത്തിയില്ല എങ്കിൽ പോലും വലിയ ജനാവലിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. കടുത്ത മത്സരം തന്നെ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഉത്തർപ്രദേശിൽ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന ആവശ്യം സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയും പലതവണ ഉന്നയിച്ചിരുന്നു. അത് ഈ പ്രദേശത്താകെ പ്രത്യേകിച്ച്
80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ അണികളിൽ ആവേശം കൊണ്ടുവരേണ്ടതും ഇന്ത്യ മുന്നണിയുടെ ഐക്യം ദൃഢപ്പെടുത്തുന്നതിനും ആവശ്യമാണ് എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട്. ഇത്തവണ ഉത്തർപ്രദേശിൽ അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും വരും ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. അഖിലേഷ് യാദവും ഇത് കണക്കാക്കി തന്നെയാണ് ഇത്തവണ ആദ്യം മത്സരിക്കാനില്ലെന്ന തീരുമാനം മാറ്റി കനൌജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മത്സരം കടുത്തതാകും എന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം എത്തുന്നതോടുകൂടി. ഹാഷ്മി. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. റായ്ബറേലിയിൽ എന്ന് പറഞ്ഞാൽ വലിയ റോഡ് ഷോയോടുകൂടി ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിക്കാനെത്തുന്നത് ചർച്ചയാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം. അതിപ്പോൾ ഈ അമേഠി എന്തുകൊണ്ട് വിട്ടോടി എന്ന് പ്രധാനമന്ത്രി അടക്കം ചോദിക്കുമ്പോഴും പരിഹാസങ്ങൾക്കിടയിലും അത് രാഷ്ട്രീയ ചർച്ചയാക്കുക എന്നുള്ളതിനാണ് കോൺഗ്രസിന്റെ ആലോചന. അതാ രാജി അനീഷ്, മനസാക്ഷിയില്ലാത്ത ദുഷ്ട, എങ്ങനെ ഇവളൊക്കെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അത് ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഡോക്ടറിനെ കൊണ്ട് ഒഴിവാക്കൂടെ എന്ന് ഷാഡോ എന്ന പ്രേക്ഷകർ ചോദിക്കുന്നു. സുജല, അമ്മ എന്ന് പറയരുത്, അതിജീവിതം എന്നും പറയരുതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധികം പ്രേക്ഷകർ അതിനോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്തുകൊണ്ട് ഇതിന് പേര് പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അതിജീവിതമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയല്ലേ, പീഡനം നടന്നു, അത്തരത്തിൽ ഗർഭിണിയായി എന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായി പേര് പറയാൻ അവരുടെ ബന്ധുക്കളുടെ, അച്ഛൻ്റെ അമ്മയുടെ അടക്കം ബന്ധുക്കളുടെ പേര് പറയാൻ നിയമപ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പേരടക്കം പറയാത്തത്. എന്തായാലും പോലീസ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകട്ടെ. ഈ പറയുന്ന പീഡനം വല്ലതും ഉണ്ടെങ്കിൽ ആരാണ് അത് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടി അന്വേഷണം പോകട്ടെ. രാകേഷ് റോഷൻ പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, വിയർത്ത് കുളിക്കുന്നു, നിന്നാൽ പൊള്ളും, നടന്നാൽ പൊള്ളും, ഇരുന്നാൽ പൊള്ളും, കിടന്നാൽ പൊള്ളും, ഓടിയാൽ പൊള്ളും, പൊള്ളലോട് പൊള്ളൽ എന്ന് പറയുകയാണ്. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ കബളിപ്പിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ വിമർശിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, അത് അദ്ദേഹം എവിടെയും ആവർത്തിച്ചു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും വഞ്ചനയും ഇത്തവണത്തെ വയനാട്ടിലെ പോളിംഗിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനം വയനാടും റായ്ബറേലിയും കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട്ടുകാർ അത് ആഘോഷമാക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാഹുൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂട്ടും, ഇടതുപക്ഷം ഇതിനെ അനുകൂലിക്കുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു. ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിന്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും, അത്രേ ഉണ്ടാവും. അവിടെ ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും. പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്, അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്തൊക്കെ പറയാനുണ്ട്? ജനങ്ങളുടെ പ്രതികരണം തേടുന്നു 24. അതിലേക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരും. ഈ ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നുള്ള ഒരു പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. അവിടെ എന്തായാലും ജയിക്കില്ല, അപ്പോൾ ഇവിടെ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് പോലെയല്ല നോർത്ത് ഇന്ത്യൻസിൽ. അവിടെ കാര്യം കുറച്ച് വഷളാണ്. രാജ്യത്തിൽ നിന്നും നയിക്കാനുള്ള ഒരു പ്രാപ്തിയൊന്നും പുള്ളിക്ക് ഇതുവരെ ആയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാടിനെ അത്രമാത്രം സ്നേഹിക്കുന്നു ഒരാളാണ്, അതുകൊണ്ട് രാജിവെക്കാൻ സാധ്യതയില്ല. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിക്കുന്നത്, അപ്പം സാധ്യതയില്ല. അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നീട് ഇവിടെ രാജിവെക്കുകയാണെങ്കിൽ അതൊരു ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions.
വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് അലർട്ട് പരിപാടി ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കേണ്ടത് സ്വന്തം പാർട്ടിക്കുള്ളിലാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വടകരയിൽ രാഷ്ട്രീയ പോരിന് കുറവില്ല. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ UDF അധിക്ഷേപിച്ചെന്നും വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം MP ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് CPIM ആണെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ തിരിച്ചടിച്ചു. CPM-ഉം DYF-ഉം LDF-ഉം പുറത്ത് വിപ്ലവത്തിൻ്റെ വായ്ത്താരിയും അകത്ത് വർഗീയ വിഷം തുപ്പുന്ന പരിപാടികളാണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 13 വർഷക്കാലമായി MLA-യും യൂത്ത് കോൺഗ്രസിൻ്റെയും KSU-ൻ്റെയും പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിലിനെയും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റാനുള്ള ഏറ്റവും വൃത്തികെട്ട പ്രചരണമാണ് വടകരയിൽ നാളിതുവരെയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം മുതൽ CPM നടത്തി വരുന്നത്. ഇന്ന് CPM നടന്ന പരിപാടിയോട് DYF നടന്ന പരിപാടിയൊക്കെ പറയാനുള്ളത്, പരിപാടി നടത്തേണ്ടത് പുറംലോകത്തല്ല, പാർട്ടിക്കകത്താണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്നും ആരോപണം. UDF-ന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ ബഹുജന പരിപാടി സംഘടിപ്പിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇരുമുന്നണികളുടെയും പരാതികളിൽ വടകരയിൽ 13 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കോഴിക്കോട്. എന്താണ് പ്രശ്നം ചോദിക്കുന്നത്? മെമ്മറി കാർഡ് കിട്ടിയോ ചോദിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് കിട്ടിയില്ല. മാത്രമല്ല, മേയർ ഡ്രൈവർ തർക്കത്തിലെ നിർണായക തെളിവായി CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതോടെ അന്വേഷണം വഴിമുട്ടി. പോലീസും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ബസ്സിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തുമ്പ് കിട്ടിയിട്ടില്ല. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ക്യാമറ സ്ഥാപിച്ച കമ്പനിയുമായി KSRTC വിശദാംശങ്ങൾ തേടി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ നഷ്ടമായതോടെയാണ് അന്വേഷണം നിലച്ചത്. KSRTC തിരുവനന്തപുരം ഡിപ്പോയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും ഇതിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതിനിടെ സംഭവത്തിൽ മേയർക്ക് അധികാരത്തിന്റെ ഹുങ്കാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. MLA-യും ഭർത്താവും ചേർന്ന് നടത്തിയ പേക്കൂത്തുകൾ, അധികാരത്തിന്റെ ഹുങ്ക് ഇത്രമാത്രം തലക്ക് പിടിച്ചാൽ അവരൊക്കെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ആൾക്കാരല്ലേ. ഒരു MLA-യും ഒരു മേയറൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ തുടങ്ങിയാൽ പിണറായി വിജയന്റെ കാലത്തൊക്കെ എത്തുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സച്ചിൻ ദേവ് MLA പറഞ്ഞു. അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ പ്രൊഫൈലുകൾ പരിശോധിച്ച പോലീസിൽ പരാതി കൊടുത്തെന്ന് MLA ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കുമെതിരായ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയിലേക്ക്. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക. വിവരങ്ങളുമായി ഷഫീദ് റാവുത്ത് ചേരുന്നു. ഷഫീദ്, പോലീസിൽ ഒക്കെ പരാതി കൊടുത്തിട്ടും കമ്മീഷണർക്കും DGP-ക്കും പരാതി നൽകിയിട്ടും അനുകൂലമായ നിലപാടുണ്ടാവാത്ത പശ്ചാത്തലത്തിലാണോ കോടതിയിലേക്ക് യദു പോകാൻ ആലോചിക്കുന്നത്? ഹാഷ്മി, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ യദു നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് പോലീസിന് നൽകിയ പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്നുള്ളതായിരുന്നു യദു പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനുള്ള യദുവിന്റെ നീക്കം. അഭിഭാഷകൻ വഴി നാളെ രാവിലെ തന്നെ കോടതിയിലേക്ക് പോകാനാണ് നിലവിൽ ഇപ്പോൾ യദു തീരുമാനിച്ചിട്ടുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച് ബസ്സിൽ കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഹർജി നൽകുക. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശപ്രകാരമോ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടും. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടാനാണ് നിലവിൽ ഇപ്പോൾ യദു തീരുമാനിച്ചിട്ടുള്ളത്. ഹാഷ്മി, ഷഫീദ് റാവുത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് ചുട്ടുപൊള്ളുന്നു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. ഇവയടക്കം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. കൊടും ചൂടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന സർക്കാർ ഉത്തരവ് അവഗണിച്ച് കോട്ടയം പാലാ സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥികളോട് ക്യാമ്പസിലെത്താൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 12 ദിവസത്തിൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. പാലക്കാട് ഇന്നലെ സാധാരണയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ സാധാരണയേക്കാൾ 4.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടും രേഖപ്പെടുത്തി. പുനലൂർ, കണ്ണൂർ എയർപോർട്ട്, തൃശൂർ വെള്ളാനിക്കര, കോട്ടയം എന്നിവിടങ്ങളിൽ
37 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു താപനില. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് ഈ ആഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടി അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പകൽ ചൂടിനൊപ്പം രാത്രികാല താപനിലയും അസഹനീയമായ നിലയിലാണ്. തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നതടക്കം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. സജീവൻ അടപ്പോൾ പറയുന്നത് വീട്ടിലിരിക്കാൻ വയ്യ ചൂട് കാരണം. പുറത്തിറങ്ങാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അതും കൊടും ചൂടാ എന്ന് പറഞ്ഞാൽ മാരകമായ ചൂടാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇടയുള്ള മാരകമായ ചൂടാണ്. പ്രകാശനം പറയുകയാണ്, ഞങ്ങൾ ചൂട് കൊണ്ട് പൊള്ളുകയാണ്, നിങ്ങൾ ഞങ്ങളെ പൊള്ളിക്കരുതേ എന്ന് പറയുകയാണ്. അബ്ദുൽ പറയുന്നു, മരുഭൂമിയിൽ മഴ, കേരളത്തിൽ വരൾച്ച എന്ന് പറയുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരും. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് ചെയ്യുന്നു. അലക്സ്, ഈ സാധാരണഗതിയിൽ ഈ താഴ്ന്ന താപനിലയുടെ കാര്യത്തിലൊരു സമാധാനം ഉണ്ടാവുന്നതാണ് ഇനി ആ റേഞ്ച് വരുമ്പോൾ. പക്ഷേ ആ താഴ്ന്ന താപനിലയിൽ പോലും ഉയർന്ന ചൂട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് സമാനതകളില്ലാത്ത കൊടുംചൂടാണ്. ഹാഷ്മി, നിസ്സംശയം അങ്ങനെ തന്നെ പറയാം. അതായത് ഇന്ന് രാവിലത്തെ ചൂടിന്റെ കണക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്ത് വിടുന്നത്. അത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ചൂട് എത്രത്തോളം ആയിരുന്നു എന്ന് വൈകുന്നേരത്തോടു കൂടെ അറിയാൻ പറ്റുള്ളൂ. ഈ രാവിലെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് തന്നെ പല ജില്ലകളിലും സാധാരണ രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനിലയേക്കാൾ വളരെയധികം കൂടുതൽ ചൂടാണ് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയുള്ളത്. കോഴിക്കോട് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ 4.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 4.4 ഡിഗ്രിയും, കണ്ണൂരിൽ 4.3 ഡിഗ്രി സെൽഷ്യസും, തിരുവനന്തപുരം എയർപോർട്ടിൽ 4.3 ഡിഗ്രി സെൽഷ്യസും, അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 4.5 ഡിഗ്രി സെൽഷ്യസും, കോട്ടയത്ത് 4.3 ഡിഗ്രി സെൽഷ്യസും കൂടിയ ചൂട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇത്തരം ഇടങ്ങളിലെല്ലാം 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ചൂട് വരുന്നു. അത് ഈ ഒരാഴ്ച കൂടി തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. 1 മണിക്ക് വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതുക്കിയ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അനുസരിച്ച് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉഷ്ണതരംഗ സാധ്യത ആ 2 ജില്ലകളിലും ഇന്നും കൂടി തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ഹാഷ്മി, ഇതടക്കം 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്, ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കർശനമായ ജാഗ്രത, വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത ഈ ഒരാഴ്ച കാലം കൂടി തുടരും. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ചോദിക്കും, ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്ത് ജാഗ്രത എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെയിൽ ഡയറക്റ്റേക്ക് ദേഹത്തേക്ക് അടിക്കാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക. കുടയെടുക്കുക, വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക തുടങ്ങിയ നമുക്ക് ബേസിക് കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാതെ ഉഴപ്പും വിചാരിക്കുക ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ചൂട് വല്ലാത്ത ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡാണ് ഇപ്പോഴും. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ KSEB തീരുമാനിച്ചു. പ്രതിസന്ധി 10 നാൾക്കകം പരിഹരിക്കപ്പെടുമെന്നാണ് KSEBയുടെ പ്രതീക്ഷ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുണ്ടായി. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ്. 92.1 ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത്.
പീക്ക് സമയ ആവശ്യകത 5797 മെഗാവാട്ട് എത്തി റെക്കോർഡിട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപയോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു. ഇന്നലെ സംസ്ഥാനത്തെ പലയിടത്തും പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പ്രാദേശിക നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ഇതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. വൻകിട വ്യവസായശാലകൾക്കുള്ള രാത്രികാല നിയന്ത്രണം ഉടൻ തുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിനും നിയന്ത്രണമുണ്ടാകും. പീക്ക് സമയമായ വൈകിട്ട് 6 മുതൽ രാത്രി 12 മണിവരെ പമ്പിംഗ് നടത്തരുതെന്ന് വാട്ടർ അതോറിറ്റിയോട് KSEB നിർദ്ദേശിക്കും. വൈദ്യുതി പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ വേനൽമഴ ലഭിച്ചു തുടങ്ങുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ് ബോർഡിന്റെ പ്രതീക്ഷ. 2027 ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ഷിബു പരമേശ്വരൻ ചോദിക്കുന്നത് 7 തവണ കുളിച്ച് വന്നിട്ട് ഒരു രക്ഷയില്ല ഹാഷ്മി, എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ചേട്ടാ വെള്ളം കുറവാ, അപ്പോൾ അതിന് വെള്ളം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. 7 തവണ ഒക്കെ പറഞ്ഞാൽ ആർഭാടാണ്. ഇപ്പം തമിഴ്നാട്ടിലും ചൂടേറുകയാണ്. 7 ജില്ലകളിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നീലഗിരി മസനഗുഡിയിൽ ചൂടിനെ തുടർന്ന് 10 പശുക്കൾ ചത്തു. കനത്ത ചൂടിന് ആശ്വാസമായി വെല്ലൂരിൽ ഇന്നലെ ആലിപ്പഴ വർഷത്തോടെ ശക്തമായ മഴ പെയ്തു. ചുട്ടുപൊള്ളുകയാണ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകൾ. കൃഷ്ണഗിരി, ധർമ്മപുരി, കള്ളാക്കുറിച്ചി, പെരമ്പലൂർ, കരൂർ, ഈറോഡ്, നാമക്കൽ ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. കരൂർ പരമിതിയിലാണ് കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്. 44.3 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രിക്ക് മുകളിലാണ് ഭൂരിഭാഗം ജില്ലകളുടെയും ചൂട്. ചെന്നൈ എയർപോർട്ട് മേഖലയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചൂടിനെ തുടർന്ന് നീലഗിരി മസനഗുഡിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസത്തിനിടെ 20 പശുക്കൾ ചത്തു. സംസ്കരിക്കാൻ ഇടമില്ലാത്തതിനാൽ കർഷകർ പശുക്കളുടെ ജഡം ഉപയോഗശൂന്യമായ ക്വാറിയിൽ തള്ളി. പച്ചപ്പുല്ലും വെള്ളവും ലഭിക്കാത്തതാണ് പശുക്കൾ ചാകാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. അതിനിടെ കടുത്ത ചൂടിന് ശമനമായി വെല്ലൂരിൽ ആലിപ്പഴ വർഷത്തോടെ ശക്തമായ മഴ പെയ്തു. ജില്ലയിൽ 43.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. വൈകിട്ടും രാത്രിയിലുമായാണ് ഗുഡിയാത്തം മേഖലയിൽ ശക്തമായ മഴ പെയ്തത്. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ചെന്നൈ. സർക്കാരിന് ആശ്വാസം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധം തുടരും എന്ന് CITU നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഉൾപ്പെടെ നൽകിയ 4 ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇതോടെ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് വഴിയൊരുങ്ങി. വകുപ്പ് കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചു. ആളുകൾ എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ കഞ്ഞിയും പയറും വെച്ചായിരുന്നു പ്രതിഷേധം. സർക്കുലർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്ന് CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ആവർത്തിച്ചു. 24 തിരുവനന്തപുരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങിയെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുവെന്ന് വെളിപ്പെടുത്തൽ. ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. കമ്മീഷന് പിന്നിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സോളാർ കേസിനെ കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് വെളിപ്പെടുത്തലുകൾ. പുതുപ്പള്ളി ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ലേഖനത്തിലുള്ളത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പേർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത്തരം ഭീഷണിക്ക് വഴങ്ങാത്ത താൻ ഒരാളുടെ ബ്ലാക്ക്മെയിലിങ്ങിന് വഴങ്ങിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ആരെന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഭരണം മാറിയപ്പോൾ സോളാർ കമ്മീഷന്റെ സമീപനത്തിൽ മാറ്റം വന്നു. ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയപ്പോൾ
മുൻകൂർ ജാമ്യം എടുക്കില്ലെന്നും അറസ്റ്റ് ചെയ്യട്ടെ എന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. സോളാർ പദ്ധതിക്കായി തന്നെ വന്നുകൊണ്ടയാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട സരിത എന്ന് അറിയില്ലായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായും ലേഖനത്തിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ജയറാമിന്റെയും അശ്വതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുത്തു. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. ഇരുവരുടെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും മാത്രമാണ് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തു. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് നവനീതിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ് നവനീത് ഗിരീഷ്. 24 തൃശൂർ.